11 ഗ്രഹങ്ങൾ ഒരേ പാതയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ കുംഭമേള ഉണ്ടാവുക എന്നാണ് പറയണത്. അതിന് 144 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അടുത്തൊരു തലമുറയ്ക്ക് പോലും അത് പറ്റില്ല. അടുത്ത തലമുറയ്ക്ക്, അതിന്റെ പിറ്റത്തെ തലമുറയ്ക്കും പറ്റില്ല. അതിന്റെ പിറ്റത്തെ തലമുറയും കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ കുംഭമേള പങ്കെടുക്കാൻ പറ്റുക. അപ്പം എല്ലാവർക്കും ബാബ അനുഗ്രഹം കൊടുത്തലും ബാബ കാറിന്ന് എണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാറിൽ ഇരുന്നിട്ട് തന്നെയാണ് എല്ലാവരും അവിടെ താഴെ ഇരുന്നിട്ട് അനുഗ്രഹം വാങ്ങിയത്. പക്ഷെ എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഭഗവതിനെ പൂജിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു എന്നോട്. കണ്ണടച്ചിട്ട് ആളെ തലയിൽ കയ്യൊക്കെ തൊട്ടിട്ട് വെച്ചിട്ട് കുറേ മന്ത്രങ്ങളൊക്കെ ജപിച്ചു. ഭം ഹര ഹര മഹാദേവ് കണ്ണു തുറക്കുമെന്ന് പറഞ്ഞ് കണ്ണു തുറന്നപ്പോൾ രുദ്രാക്ഷാണ് കയ്യിൽ. കുളിക്കാൻ ഞാൻ ചെന്നപ്പോൾ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, വെള്ളത്തിൽ ഇറങ്ങിയേക്കുമ്പോൾ ഒരു അഭൂതപൂർവമായൊരു സുഗന്ധം വെള്ളത്തിന്. എല്ലാവരും പറഞ്ഞില്ല ജലം അതാണ് ഇതാണ്, ഒന്നുമില്ല, ഒരു മലിനവും ഇല്ല. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുപ്പിയിൽ. കയ്യിൽ ഞാൻ അങ്ങനെ കോരിയപ്പോൾ, പക്ഷെ അത്ഭുതം എന്താ വെച്ചാൽ ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ ഈ സുഗന്ധം ആർക്കും കിട്ടിയിട്ടില്ല. കുളിച്ചിട്ടാണ് വന്നത്. അപ്പോഴാണ് വെള്ളം കുടിച്ചതും. ആ 26 കുളിക്കുമ്പോഴും 3 ദിവസത്തെ കുളിയിലും ഒരു മലിനജലം എവിടെയും കണ്ടില്ല. അത്രയും പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, സുഗന്ധം എന്ന് പറയുമ്പോൾ മലിനജലത്തിന് എവിടുന്നാ സുഗന്ധം ഉണ്ടാവുക. പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഈ കാർഡ് നോക്കിയാൽ അപ്പുറത്തുള്ളൊരു വ്യക്തി എങ്ങനെയാണ് രൂപം. ഇന്നലെയും കൂടി ഒരു റീഡിങ്ങിൽ വന്നപ്പോൾ ആൾ മെലിഞ്ഞിട്ടാണ് എന്നുള്ളത് ഞാൻ ഈ ടാരോയിൽ പറയാം. നിങ്ങൾ വല്ലാതെ ടയേർഡായി എടുക്കണു, ശരീരം വല്ലാതെ ക്ഷീണിച്ചേക്കണു, നിങ്ങളുടെ ബോഡി ശരീരം നോക്കൂ എന്ന് ടാരോ റീഡർമാർ അപ്പുറത്ത് പറയില്ല. കാരണം അവരുടെ ഭാവിയോ അല്ലെങ്കിൽ ഭൂതോ അല്ലെങ്കിൽ വർത്തമാനമാണ് ടാരോ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് ഇൻറ്റ്യൂഷൻ കണക്റ്റ് ആവണ കാരണം കൊണ്ട് വ്യക്തമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒരു റീഡിംഗ് അല്ല. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക്, എന്നെ വിശ്വസിച്ച് വരുന്നവർക്ക് വെറുതെ ഒരു റീഡിംഗ് അല്ല ഞാൻ കൊടുക്കണത്. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഈ യാത്രയിൽ കുറച്ച് പേർക്ക്, ഒരു 10 പേർക്ക് അങ്ങോട്ട് ഞാൻ റീഡിങ് കൊടുത്തു ബസ്സിൽ വെച്ചിട്ട്. അപ്പോൾ ബസ്സിലൊക്കെ നല്ല രീതിയിൽ സൈലൻ്റ് ആയിട്ട് തന്നെ പോയത്. പക്ഷേ ഈ നെറ്റ്വർക്ക് പ്രോബ്ലം, ഇത് കട്ടായിട്ട് പോകുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ നിർത്തി വെച്ചു. അപ്പോൾ ആ പെൻഡിങ് വന്നു എനിക്ക്. അവിടെ സുഖമായി പോയി. അവിടെ എത്തിയത് പുലർച്ചെ 3 ദിവസം കൊണ്ട് അവിടെ എത്തി. 3-ാമത്തെ ദിവസം രാത്രി ഞങ്ങൾ ബസ്സിൽ തന്നെ കിടന്നു, സ്റ്റേ ചെയ്തു. 5 കിലോമീറ്റർ, ഏകദേശം 5 കിലോമീറ്റർ അടുത്ത് നമുക്ക് ബസ് വരെ എത്താൻ പറ്റി. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഭയങ്കര തിരക്കാണ്, 15 കിലോമീറ്റർ അപ്പുറത്ത് ഒന്ന് നടക്കേണ്ടി വരും, 30 കിലോമീറ്റർ അപ്പുറത്ത് നടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പലരും ഭയപ്പെടുത്തിയതൊന്നും ഒരു സംഭവം ഉണ്ടായില്ല. 5 കിലോമീറ്റർ അപ്പുറത്ത് പോയി ബസ്സിൽ നിന്ന് അവിടുന്ന് സ്കൂട്ടറുണ്ട്. ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സ്കൂട്ടറിൽ എവിടെയെങ്കിലും തിരക്കൊന്ന് അവിടെ നിർത്തിയിട്ട് ഇറങ്ങി നടന്നോളാൻ പറയും. അതുമാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ട് അവിടെ തോന്നിയുള്ളൂ. അപ്പോൾ നമ്മൾ സ്കൂട്ടറിൽ പോയി, ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഒരു സ്കൂട്ടറിൻ്റെ പിറകിൽ പോയിട്ട് നമ്മൾ ഓരോ ഘാട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ സെക്ടർ, ഇങ്ങനെ ഓരോ സെക്ടർ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സെക്ടറിൽ, അതായത് ത്രിവേണി സംഗമത്തിൽ 23-ാമത്തെ സെക്ടറിലാണ് ഞാൻ പോയി എൻ്റെ ഹസ്ബൻഡും കൂടി പോയത്. ത്രിവേണി സംഗമത്തിൽ ഇറങ്ങി കുളിക്കുമ്പോൾ പുലർച്ചെ 6 മണി. ആ നേരത്ത് കുളിച്ചു. കുളി കഴിഞ്ഞതിന് ശേഷം പിന്നെ, അതായത് ഞങ്ങൾ രണ്ടാളും മാത്രം ഒറ്റയ്ക്കായി. ബാക്കി എല്ലാവരും 40 പേരും സെപ്പറേറ്റഡായി. കാരണം അതൊരു നിയോഗമാണ്, അതിന് ഒരു വേറെ കാരണമുണ്ട്. അതിലേക്ക് വരാം നമുക്ക്. ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കായി പോയി. അപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച വേറൊരു കുട്ടി നമുക്ക് 6-ാമത്തെ സെക്ടറിൽ റൂം, ഒരു രമണ മഹർഷിയുടെ ഒരു ആശ്രമമുണ്ട്, അവിടെ ഒരു റൂം ശരിയാക്കിയിട്ടുണ്ട്. അത് പാലം കടന്ന് അക്കരെ പോകണം. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് 23 മുതൽ 28 വരെ സെക്ടറിൽ പോയിട്ടും അങ്ങോട്ട് പോകാനുള്ള പാലം ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അങ്ങോട്ട് പോവണ്ട, കാരണം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, ഞാൻ അങ്ങോട്ട് പോകണ്ടെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ വേഗം വന്നിട്ട് ഒരു ടെൻ്റ് എടുത്തു. അതിലൊരു 7 പേർക്ക് കിടക്കാവുന്ന, 10 പേർക്കാണ്ട് കിടക്കാനുള്ള ഒരു ടെൻ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ വരുമ്പോൾ അതിൽ ആരുമില്ല. ഞങ്ങൾ രണ്ടാളും അതിലൊരു ടെൻ്റ് എടുത്തു. ആ ടെൻറ്റിൽ ഞങ്ങൾ ഇരുന്ന് സമാധാനമായിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ വന്ന് എന്നെ കാണാൻ വന്ന 2 പേരിൽ അതിൽ ഒരാളുടെ ഫോണ് പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ആരും എടുത്തിട്ട് കൊണ്ടുപോയി. ഞങ്ങളുടെ കൂടെ അല്ല, അവർ വേറൊരു 5 പേര് ഒന്നിച്ച്, ഇവരെല്ലാവരും പിരിഞ്ഞു, സെപ്പറേറ്റായിട്ട് പിരിഞ്ഞു. ഈ അദ്ദേഹത്തിൻ്റെ ഫോൺ ആരും കീശയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഇവർ പിന്നെ ആകെ കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ അടുത്ത് ഇവർ രാവിലെ 9 മണിക്ക് ലൊക്കേഷൻ അയച്ചെടുത്തിട്ട് ഇവർ നമ്മുടെ തേടി വരുന്നത് ഒരു 4:45 സമയത്താണ്. അത്രയും ഇവർക്ക് ബുദ്ധിമുട്ടായി. ഒരുപാട് ഇങ്ങനെ ഫോൺ കാണാതെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായി. ഞങ്ങൾക്ക് അതുകൊണ്ടായില്ല. ഞങ്ങൾ സുഖമായി റൂമിൽ വന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞു ശിവരാത്രിക്ക് അപ്പോഴത്തേനും 2 സ്നാനം കഴിഞ്ഞു. അന്ന് തന്നെ 2 സ്നാനം, രാവിലെ വൈകിട്ട് സ്നാനം കഴിഞ്ഞു. വന്നിരുന്ന് ജപിച്ചു. വീണ്ടും രാവിലെ സ്നാനം കഴിഞ്ഞു. അപ്പം പ്രയാഗ്രാജിൽ മാധവനും കാശിയിലും മഹാദേവനുമാണ്. ഇങ്ങനെയുണ്ട് അവിടെ. കാശിയിൽ മഹാദേവനാണെങ്കിൽ പ്രയാഗ്രാജിൽ മാധവനാണ്. അപ്പോൾ മാധവനെ തൊഴണമെന്നാണ് പറയുക പ്രയാഗ്രാജിൽ വന്നാൽ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുക.
ഇങ്ങനെ പോകുമ്പോൾ അപ്പം ഈ 5 പേരും ഉണ്ട് ഞങ്ങളുടെ കൂടെ കേട്ടോ. പക്ഷെ കൂട്ടത്തിൽ അവരും അപ്പോഴും കൂട്ടം തെറ്റി പോയിട്ട് പുലർച്ചെ അപ്പം ഞങ്ങൾ കുറച്ച് കുളത്തിൻ്റെ ഇല അവിടുന്ന് വാങ്ങിയിട്ട് ഭഗവാനെ സങ്കല്പിച്ച് പുഴയിൽ അതോ കുളിക്കാൻ ഞാൻ ചെന്നപ്പോൾ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, വെള്ളത്തിൽ ഇറങ്ങിയേക്കുമ്പോൾ ഒരു അഭൂതപൂർവമായൊരു സുഗന്ധം വെള്ളത്തിന്, ജലത്തിന്. എല്ലാവരും പറഞ്ഞില്ല ജലം അതാണ് ഇതാണ്, ഒന്നുമില്ല, ഒരു മലിനവും ഇല്ല. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുപ്പിയിൽ വെള്ളം, അത്ര ശുദ്ധമായ വെള്ളം, ഒരു അഭൂതപൂർവമായൊരു സുഗന്ധം കയ്യിൽ ഞാൻ അങ്ങനെ കോരിയപ്പോൾ. പക്ഷെ അത്ഭുതം എന്താ വെച്ചാൽ ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ ഈ സുഗന്ധം ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെയും ചോദിച്ചു എല്ലാവരോടും, നിങ്ങൾക്ക് സുഗന്ധം കിട്ടിയോ? അപ്പോൾ ഞാൻ ചോദിച്ചു വെള്ളം എങ്ങനെയുണ്ട്? അത് നോർമൽ വാട്ടർ, ഇത്രേ പറഞ്ഞോളൂ. എല്ലാവരോടും ചോദിച്ചു സുഗന്ധം ഉണ്ടായോ എന്ന്, അവരൊക്കെ ആർക്കുമില്ല. പക്ഷേ ഞാൻ ഈ 5 തവണ കുളിച്ചപ്പോഴും ഈ സുഗന്ധം എനിക്ക് മൂക്കിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എനിക്കായിരിക്കാം, പക്ഷെ മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറയണ ഇല്ല, നോർമൽ വാട്ടർ, ആർക്കും അത് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. കാരണം വെള്ളത്തിൽ ഞാനത് കോരി കുടിച്ചു വെള്ളം. സത്യമാണ്, ഭഗവത് എൻ്റെ ഉപാസനമൂർത്തിയാണ് പറയണത്. ഞാൻ ആ വെള്ളം കോരി ഇങ്ങനെ കുടിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ്, അതായത് 27ാമത്തെ ദിവസം രാവിലെ സ്നാനം കഴിഞ്ഞ് ആ വെള്ളം ഒരു കുമ്പിൾ കോരി കുടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം ആ സ്മെല്ല് എനിക്ക് അപ്പോഴും ഉണ്ട്. പിന്നെ മലിനമാക്കുക പറഞ്ഞാൽ മനുഷ്യനാണ് മലിനാക്കണത്. കൊണ്ടയിട്ട ചപ്പും നമ്മുടെ ഡ്രസ്സും എല്ലാം അവരവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അത് വെള്ളത്തിലൊന്നുമില്ല, വെള്ളമൊക്കെ അപ്പോഴേക്കപ്പം അവർ ക്ലീൻ ആക്കുന്നുണ്ട്. ആ സമയത്ത് അവർ എന്തതിലേക്ക് ഇട്ടാലും അപ്പോഴേക്കപ്പം എടുക്കാനുള്ള ഇഷ്ടം പോലെ ജോലിക്കാരാണ് അവിടെ ഉള്ളത്. ഒരു സെക്കൻഡ് കൊണ്ട് അവിടെ ക്ലീനാണ്. അവിടെ ഒരു മലിനം, നമ്മളിവിടെ പോയിട്ട് എവിടെയും മലിനമായിട്ട് ഒരു ജലവും കണ്ടില്ല. ഞാൻ അവിടെ ഏകദേശം 2 ദിവസം അവിടെ ഫുള്ളുണ്ടായിരുന്നു. 25ഉം 26ഉം 27ാം തീയതി രാവിലെയാണ് ഇങ്ങോട്ട് വരുന്നത്. 27ാം തീയതി രാവിലെ ഇങ്ങോട്ട് വരുമ്പോഴും കുളിച്ചിട്ടാണ് വന്നത്. അപ്പോഴാണ് വെള്ളം കുടിച്ചതും. ആ 26 കുളിക്കുമ്പോഴും 24 ആ 3 ദിവസത്തെ കുളിയിലും ഒരു മലിനജലം എവിടെയും കണ്ടില്ല. അത്രയും പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, സുഗന്ധം എന്ന് പറയുമ്പോൾ മലിനജലത്തിന് എവിടുന്നാ സുഗന്ധം ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല. സുഗന്ധമല്ലല്ലോ ഉണ്ടാവുക. ചിലപ്പോൾ അമ്മയ്ക്ക് മാത്രമായിട്ട് ദേവൻ കരുതി വെച്ചതാണ് ആയിരിക്കാം. അതും അല്ല എന്ന് പറയണില്ല. കാരണം അത് അത് എനിക്ക് അത്ഭുതം തോന്നി ആ വാട്ടർ. എന്നിട്ട് ഞാൻ ബസ്സിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വെള്ളം എങ്ങനെ ഉണ്ടായിരുന്നു കുളിച്ചപ്പോൾ? ചോദിച്ചു, നോർമൽ വാട്ടർ. അപ്പോൾ ഒരാളെന്നോട് വഴക്കിന് വന്നു, വെള്ളത്തിന് എന്താ കുഴപ്പം? ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം തരൂ, വെള്ളത്തിന് എന്താ കുഴപ്പം എന്നല്ല ചോദിച്ച്, വെള്ളം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. നോർമൽ വാട്ടർ. അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു നോർമൽ വാട്ടർ. പക്ഷെ ഞാൻ പറഞ്ഞു അല്ല, എനിക്കതൊരു സുഗന്ധം, അതായത് കോരി എടുത്തപ്പോൾ വളരെ സുഗന്ധമാണ് എനിക്ക് തോന്നി. അതായത് നമ്മൾ ഔഷധമൊക്കെ ഇട്ടിട്ട് ഒരുപാട് പുഷ്പങ്ങളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള ഒരു വാട്ടർ എങ്ങനെയാണ്, അതും ഇത്ര ജലം പരന്നൊഴുകി പോയിക്കൊണ്ടിരിക്കണ ജലല്ലേ, അത് വീണ്ടും പിന്നീട് എടുത്ത് ഇതാക്കുമ്പോഴും അതേ സ്മെൽ തന്നെയാണ് എനിക്ക് വരുന്നത്. അതൊരു അത്ഭുതമായിട്ട് തോന്നി. പിറ്റേ ദിവസം രാവിലെ, ശിവരാത്രി ദിവസം രാവിലെ കുളത്തിലെ ഇലയൊക്കെ ഞാൻ ഹസ്ബൻഡും പോയി വെള്ളത്തിൽ കുളിച്ചു അർച്ചന കഴിഞ്ഞിട്ട് പോന്നിട്ട് ഈ മാധവനെ തൊഴാൻ പോയിക്കൊണ്ടിരിക്കുക. മാധവൻ ഭയങ്കര തിരക്കാണ്, ശിവരാത്രി ദിവസം രാവിലെ അല്ല, നല്ല തിരക്കാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഇവർ വഴി തെറ്റിപ്പോയി. അപ്പോൾ മാധവക്ഷേത്രം എവിടെയെന്നൊന്നും നമുക്കറിയില്ലല്ലോ, നമ്മളിങ്ങനെ പോവുക. അപ്പോൾ അവിടെ ഒരു ജീവസമാധി ഉണ്ട് ഒരു ഗുരുവിൻ്റെ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അവിടെ പോവാം. ഞാൻ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടോളം ഇങ്ങനെ പോയിരിക്കുന്ന നേരത്ത് ഞങ്ങൾ വഴി തെറ്റി ഒരു ആശ്രമത്തിൽ കയറി. വേറൊരു ആശ്രമത്തിൽ, ഒരു പുരാതന ആശ്രമത്തിൽ കയറി. അവിടെ പോയി നോക്കുമ്പോൾ ഒരു ശിവലിംഗം ഉണ്ട്, ഒരു ക്ഷേത്രം, ഒരു പുരാതന ശിവലിംഗം ഉള്ളത് വേറെയും പുനഃപ്രതിഷ്ഠ നടന്നതും വേറെയുണ്ട്. അവിടെ എങ്ങനെ ഇത് ഇരിക്കണ സമയത്ത് ശിവനെങ്ങനെ ഇവർ ഒരു സ്ത്രീയും പുരുഷനും ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കുട്ടികളുണ്ട് പറഞ്ഞില്ലേ, മെഡിറ്റേഷൻ ടാരോ പഠിക്കണ കുറച്ച് പിള്ളേരുണ്ട്. ഞാൻ വെറുതെ ടാരോ പഠിപ്പിക്കാറില്ല എന്നും പറഞ്ഞല്ലോ, മുന്നത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഞാൻ ചാൻറ്റിങ് കൊടുക്കുകയാണ്, നമഃശിവായ, അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഒരു 108 ചാൻറ്റിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ അതുവരെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ തൊഴുതിട്ടാണ് പോയത്. അപ്പോൾ ഈ കൂളത്തിൻ്റെ ഇലയും തണ്ടൊന്നും അവിടെ ഇല്ല. അപ്പോൾ തൊഴുതിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊരു ഹനുമാനുണ്ട്, പിന്നെ ലക്ഷ്മണനുണ്ട്, രാമനുണ്ട്, സീത ഉണ്ട്, ദുർഗയുണ്ട്. ചെന്നത് കയറണതും എൻ്റെ കൂടെ ഉള്ള ഭഗവതിയുടെ അതേ വിഗ്രഹത്തിലാണ് ചെന്ന് കയറി നിൽക്കണത്. അപ്പോൾ ഈ ഭഗവതീനെ കാണാൻ ചെന്ന് നിന്നതും ഈ സിംഹത്തിൻ്റെ കൂടെയുള്ള ഭഗവതിയാണ്. അപ്പം എനിക്കും കാരണം ആ ഒരു കണക്ഷൻ അവിടെയും ഫീൽ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇവർക്ക് നമഃശിവായ കഴിഞ്ഞു, 108 കഴിഞ്ഞു. ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കൂവളത്തിൻ്റെ ഇല ഇവിടെ ഇങ്ങനെ കിടക്കണത് കാണും. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, കൂവളത്തിൻ്റെ തണ്ടല്ലേ ഇവിടെ വന്ന് കിടക്കണത്, എന്തായാലും 2 തണ്ട് എടുക്കുമെന്ന് പറഞ്ഞു. 2 അല്ല 3 എണ്ണം വെച്ചിട്ടുള്ള 2 എണ്ണം എടുക്കാൻ പറഞ്ഞു. പുള്ളി അത് 2 എണ്ണം കീറി. അങ്ങനെ അപ്പോഴത്തേനും ഈ സ്ത്രീയും പുരുഷനെ അവിടെ കാണാനില്ല. ഈ ഇലയിൽ നിന്ന് 2 എണ്ണം എടുത്ത്
അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഒരു വലിയൊരു ബാരൽ ടിന്ന് വെള്ളം ഗംഗാജലം ഇരിക്കണം. ഇതൊന്നും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലേ, ഇതൊക്കെ ഞാൻ നോക്കിയിട്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ ഒരു ലേഡി, അപ്പം ഞാൻ പറഞ്ഞു വെള്ളമുണ്ട്, കൂളത്തിൻ്റെ ഇലയുണ്ട്, ഇനി ഒന്ന് ഇത് അഭിഷേകം ചെയ്യണമെങ്കിൽ ഒരു പൂജ വേണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എന്നെ പറഞ്ഞു കിടന്നിട്ട്. അത് കഴിഞ്ഞ് പറഞ്ഞ് തിരിയണത് ഒരു ലേഡി ഒരു കൂജയിൽ വെള്ളമായിട്ട് ഭഗവാനെ വന്നിട്ട് അഭിഷേകം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ കൂജ അവിടെ കൊണ്ടുപോയി വെക്കുക, ഈ കുളത്തിൻ്റെ ഇലയുടെ അവിടെ. അപ്പം ഞാൻ പോയി ചോദിച്ചു, ഈ കൂജ തരുമോ ചോദിച്ചു. എൻ്റെ എന്താ അമ്മ എടുത്തോളൂ പറഞ്ഞു ഒരു ഹിന്ദിയിൽ. ഞാൻ പതുക്കെ പോയിട്ട് കൂജ എടുത്തിട്ട് ഇതൊന്ന് വെള്ളം എടുത്തിട്ട് ഈ ഇലയും വെച്ച് അറവ. അപ്പം ഞാൻ ഇവിടെ ഭഗവാൻ എൻ്റെ വീട്ടിലിരിക്കണത് ചെയ്യാത്തതിൻ്റെ കാരണം ഇവിടെ ശിവരാത്രിയാണ്, ഇവിടെ ശിവലിംഗം ഉണ്ടാകും, എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരിത് അവിടെ ഞാൻ തീർത്തു. അവിടെ ഇരുന്നിട്ട് ആ ഭഗവാനെ ഈ കൂളത്തിൻ്റെ എല്ലാം അർച്ചനം ചെയ്തു, ജലം കൊണ്ട് അഭിഷേകം ചെയ്യലും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എന്നെ ആറിലേക്ക് അപ്പുറത്തേക്ക് കടത്താതിരുന്നത്. ഈ പുരാതന ശിവലിംഗത്തിൽ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ടും അത് കഴിഞ്ഞിട്ടാണ് ഈ മാധവനെ തൊഴാൻ പോണത്. അപ്പം എല്ലാ ആൾക്കാരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവർ പിന്നാലെ നമ്മളും പോവാം. അവരെല്ലാവരും പോണത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വല്ല ക്ഷേത്രം ഉണ്ടോയെന്ന് ചോദിക്കാൻ പറയൂ എന്ന് പറഞ്ഞു. ഹിന്ദി എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ക്ഷേത്രം ഉണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ക്ഷേത്രം ഇല്ല എന്ന്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ബോർഡ് കാണുന്ന അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ഇവരെ കൂടെ നമ്മളും പോയിരുന്നു. കാരണം ജനങ്ങളിങ്ങനെ ഒഴുകാണ്. എവിടേക്കാണ് പോകണമെന്ന് പോലീസുകാരോട് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല. ഇവരങ്ങോട്ട് പറയും ഇങ്ങനെ കാണിക്കുള്ളൂ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല, നമ്മളിങ്ങനെ നടക്കല്ലേ. ആ സമയത്താണ് ഈ ഒരു അത്ഭുതം നടന്നത്. അപ്പോൾ ശിവരാത്രിക്ക് എന്തിനാണ് പോയതെങ്കിൽ ആ ലക്ഷ്യം അവിടെ ഈ കുംഭമേളയിൽ അവിടെ പോയി പങ്കെടുക്കാനും ശിവനെ പൂജിക്കാനും ഒരു ഭാഗ്യം ശിവരാത്രിക്ക് തന്നെ ഭഗവാൻ തന്നു. തീർച്ചയായിട്ടും ശിവൻ തന്നെ ആ നിയോഗം ഭാഗ്യമാണ്, മഹാഭാഗ്യം. ഈ ജന്മ നിയോഗം അതിൻ്റെ പൂർത്തീകരിച്ചതിൻ്റെ ഒരു ലക്ഷണമാണ് അത് എന്ന് ഞാൻ മനസ്സിലാക്കണം. 144 വർഷത്തിന് ശേഷം വരുന്ന മഹാകുംഭമേള പുണ്യമാകാൻ ചിലപ്പോൾ അതെ, ആ പുണ്യമാകാം. കാരണം 11 ഗ്രഹങ്ങൾ ഒരേ ഇതിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ കുംഭമേള ഉണ്ടാവുക എന്നാണ് പറയണത്. അതിന് 144 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അടുത്തൊരു തലമുറയ്ക്ക് പോലും അത് പറ്റില്ല. അടുത്ത തലമുറയ്ക്കും അതിന്റെ പിറ്റത്തെ തലമുറയ്ക്കും പറ്റില്ല. അതിന്റെ പിറ്റത്തെ തലമുറയും കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ കുംഭമേള പങ്കെടുക്കാൻ പറ്റുക. അപ്പം അത് ഭാഗ്യമായി. കാരണം ആ സമയത്ത് എനിക്ക് പൈസ കിട്ടി, പോകാൻ പറ്റി. അതേപോലെ തന്നെ ബസ് കിട്ടി. പിന്നെ സഞ്ചരിച്ച ആൾക്കാർ നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന സനാതന ധർമ്മം എന്താണെന്നുള്ളതും അതുപോലെ ഈശ്വരാംശം എന്താണെന്നുള്ളതും അസുരാംശം എന്താണെന്നുള്ളതും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ആൾക്കാരാണ് യാത്രയിലുണ്ടായിരുന്നത്. അതാണ് മഹാഭാഗ്യം. കാരണം വിശ്വാസമില്ലാതെ വെറുതെ കുംഭമേളയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ജാളി അടിച്ചിട്ട് വരാം. നമ്മുടെ മലയാളിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. എല്ലാവരും പോകല്ലേ, ഞാനും പോകും. പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല. കൂടെ ഉള്ള ആൾക്കാരൊക്കെ സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ആൾക്കാർ തന്നെയായിരുന്നു. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ വേറെയാണല്ലോ. അല്ലെങ്കിൽ വെറുതെ ബഹളം അടി, നമ്മൾ കല്യാണത്തിന് ബസ്സിൽ പോകുമ്പോൾ കണ്ടിട്ടില്ല, ഭയങ്കര ബഹളം പാട്ടുമൊക്കെ ഒന്നുമില്ല. സുഖമായിട്ട് മെഡിറ്റേഷൻ ബസ്സിൽ പോലും ഇരുന്നിട്ട് ആകളത് എനിക്ക് റീഡിങ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം ഒഴിച്ചാൽ ബാക്കി എല്ലാതും അവിടെ പോയി. പിന്നെ അവിടുത്തെ ഫുഡ് എനിക്ക് പറ്റില്ല. ഞാൻ കഴിഞ്ഞ 8 ദിവസമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, ഉറങ്ങണില്ല ശരിക്കും. പക്ഷെ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അത് ജപത്തിൻ്റെ നമ്മുടെ ഉള്ളിൽ നടക്കണ ആ ജപത്തിൻ്റെ ജപം മാറി അജപമായി മാറുമ്പോൾ ആ ബോഡിയിലുണ്ടാവുന്ന ഒരു എനർജിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പോയിട്ട് എനിക്ക് അവിടുത്തെ ഫുഡ് തീരെ പറ്റില്ല. എനിക്കപ്പം പ്രശ്നമാകും. അപ്പം ഞാൻ ഫുഡ് കഴിച്ചില്ല. കുറച്ച് മുന്തിരിയും കുറച്ച് ആപ്പിളും കുറച്ച് ഓറഞ്ചും വാങ്ങി വെച്ചു. അതും 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാരണം വാങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ റൈസ് എനിക്ക് ഒട്ടും പറ്റാത്തതാണ്. പക്ഷെ ആ വക ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടോ, ഞാൻ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഏകദേശം നമ്മൾ ഇത്രയും കിലോമീറ്ററൊക്കെ ഒരു 6 കിലോമീറ്ററൊക്കെ നമ്മൾ അവിടെ നടന്നിട്ടും നമുക്കൊരു ക്ഷീണവും ബാധിച്ചിട്ടില്ല. അപ്പോൾ ആ എനർജി നമുക്ക് അവിടെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി. അതാണ് കുംഭമേളയിൽ എനിക്ക് അത്ഭുതം. പിന്നെ ഒരു അഘോരി ബാബ വന്നിട്ട് മോന് കണ്ടിട്ടുണ്ടാവുമല്ലോ, പുള്ളി കാറിൽ വന്നിട്ട്. അപ്പം ഞാൻ ബസ്സിലിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നെ കാണാൻ ബസ്സിൽ കൊണ്ടുവരാൻ ഒരു സജീവൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ബാബയുടെ കൂടെ ഉള്ള ഒരാളനായിട്ട് ബസ്സിലേക്ക് വന്നു. അപ്പോൾ ബസ്സിൽ നിന്ന് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. ഹസ്ബൻഡ് ചായ വാങ്ങാൻ പോയി. അപ്പോൾ ഞാൻ ഫുഡ് വേണ്ട പറഞ്ഞു, ഞാൻ ബസ്സിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്നെ കാണാൻ വന്നു. അപ്പോൾ അഘോരി ബാബ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളെ നമ്മളെ കാണാൻ വരുമ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ബഹുമാനിക്കണമല്ലോ. അപ്പോൾ ഞാൻ വേഗം ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബാബാനെ കാണാൻ പോയി. അപ്പോൾ എല്ലാവർക്കും ബാബ അനുഗ്രഹം കൊടുത്തലും ബാബ കാറിൽ നിന്ന് എണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാറിൽ ഇരുന്നിട്ട് തന്നെയാണ് എല്ലാവരും അവിടെ താഴെ ഇരുന്നിട്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു. പക്ഷെ എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഭഗവതിയെ പൂജിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഹിന്ദിയിൽ ചോദിച്ചു. അപ്പോൾ എനിക്കത് മനസ്സിലായി ഉണ്ടെന്ന് ഞാനും പറഞ്ഞു.
അപ്പോൾ ദോഷങ്ങളൊക്കെ വലിച്ചെടുക്കണുണ്ടല്ലേ എന്ന് ചോദിച്ചു. വരുന്ന ആൾക്കാരെ ദുരിതങ്ങളൊക്കെ അന്ന് രാവിലെ ഈ കുട്ടീനെ ഇതാക്കിയിട്ടല്ലേ പോയത്. കാരണം അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവളുടെ രോഗത്തെ പൂർണ്ണമായിട്ട് എടുത്തു എന്നുള്ളത് അഫർമേഷൻ അവളുടെ ബോഡിയിലേക്ക് കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. അതെൻ്റെ കൈ വെച്ചിട്ടാണ് ഞാൻ എടുത്തേക്കണത്. കാരണം 1 വർഷമായിട്ട് 1-2 വർഷമായിട്ട് ആരും കൈ വയ്ക്കാറില്ല. കൈ വെച്ചാൽ അവർ നെഗറ്റീവ്സ് എൻ്റെ ബോഡിയിലേക്ക് വരുന്നത് എനിക്കറിയാം. അതുകൊണ്ട് കൈ വയ്ക്കാറില്ല. പക്ഷെ ആ കുട്ടീനെ ഹോമം മാത്രമല്ല ചെയ്തേക്കുന്നത്. അവൾക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്, പച്ചമരുന്ന് കൊടുത്തിട്ടുണ്ട്, ദേവി പറഞ്ഞ മരുന്ന് പച്ചമരുന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോമം കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അവളിലുള്ള സകല നെഗറ്റീവ്സിനും എൻ്റെ ബോഡിയിലേക്ക് ഞാൻ ആ സമയത്ത് എടുത്തിട്ടുണ്ട്. അവൾ സുഖമായിട്ടാണ് പോയത്. ഇങ്ങോട്ട് വരുമ്പോൾ ബോധമില്ലാതെ വന്ന കുട്ടി ഇവിടുന്ന് വരുമ്പോൾ കളിച്ച് ചിരിച്ചിട്ടാണ് ഇവരുടെ കൂടെ പോയത്. ഇതിപ്പോൾ അധികം ഒന്നും ആയിട്ടില്ല. 2 ദിവസം മുമ്പേ 21-ാം തീയതി നടന്ന കാര്യം. കാരണം ഇട്ട ഡ്രസ്സാലെ മുഷിഞ്ഞ ഡ്രസ്സാലേ കുട്ടി വന്നത്. പിന്നെ തിരിച്ചു പോകുമ്പോൾ അവൾക്ക് തന്നെ നാണക്കേട്. കാരണം ഇട്ട ഡ്രസ്സ് അങ്ങനെയാണ്, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നാണ്. പിന്നെ ചിരിച്ച് കളിച്ചിട്ടാണ് അവിടെ പോയത്. അപ്പോൾ ആ ഇത് കൊടുക്കുമ്പോൾ അവർ നെഗറ്റീവ്സ് എന്നിലേക്ക് വരും. അതാണ് ബാബ പറയണത്. ഇതൊക്കെ വലിച്ചു കൂട്ടിയിട്ടുണ്ടല്ലേ, അതെല്ലാം വലിച്ചു കൂട്ടിയിട്ടുണ്ടല്ലേ, അതൊക്കെ നിനക്ക് ദോഷമാണ്, അങ്ങനത്തെ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു ബാബ. അപ്പോൾ ഞാൻ ബാബ പറഞ്ഞു പൂജ ചെയ്തിട്ട് അതൊക്കെ മാറ്റിയെടുക്കൂ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ തന്ന് എണീറ്റ് നിന്നിട്ട് ഇതെല്ലാം എന്നോട് പറഞ്ഞത്. എൻ്റെ തലയിൽ കൈ തൊട്ട് അനുഗ്രഹിച്ചിട്ട്. അത് കൂടാണ്ട് ഒരു അത്ഭുതം ഉണ്ടായിച്ചാൽ ബാബേനെ ആദ്യം കാണുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം വേറെ കൂടെയുള്ള ആർക്കോ ഹിന്ദി അറിയണില്ല, ബാബ പറയണതൊന്നും അറിയണില്ല. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ചെന്നു, ചായ വാങ്ങാൻ ചെന്നതാണല്ലോ. അപ്പോൾ ഞാൻ ബസ്സിലിരിക്കുക. അപ്പം ഞാൻ ഇദ്ദേഹം കൂടിയിട്ടാണല്ലോ ഈ കുട്ടിയുടെ ഇത് മാറ്റണത്. അപ്പോൾ ആൾ ഹോമിക്കുമ്പോൾ ഞാൻ ആവാഹിക്കും. ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ആളെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ പോലെ ദോഷങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു ഹിന്ദിയിൽ. അപ്പോൾ കണ്ണടച്ചിട്ട് ഒരു കല്ലെടുക്കുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട്, ഹസ്ബൻഡിനോട്. അങ്ങനെ ഒരു പിടി കല്ലെടുക്കണതിന് പകരം ഒരു കല്ലെടുക്കണതിന് പകരം ഒരു പിടി ഇങ്ങനെ വാരിയെടുത്തു. ചരൽ മണ്ണാണ് അവിടെ, വാരി ഇങ്ങനെ എടുത്തിട്ട് നോക്കുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. ഒരു കല്ലെടുക്കാൻ പറഞ്ഞു. ഒരു കല്ലിങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണടച്ചിട്ട് ആളെ തലയിൽ കൈയൊക്കെ തൊട്ടിട്ട് വെച്ചിട്ട് കുറേ മന്ത്രങ്ങളൊക്കെ ജപിച്ചു. ഭം ഹര ഹര മഹാദേവ് കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ രുദ്രാക്ഷാണ് കയ്യിൽ. ഇപ്പോഴും കയ്യിലുണ്ട് പോലും അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അനുഗ്രഹങ്ങൾ നമുക്ക് വഴിയിൽ യാത്രയിൽ ആ കുംഭമേളയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. കാരണം വെറുതെ പോയതല്ല, നിയോഗത്തോടു കൂടി പോയത് തന്നെയാണ്. മഹാദേവൻ അവിടെ എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് വിശേഷം.